കഥ തന്നെ നമുക്കൊരു ഓട്ടോക്കാരൻ ചേട്ടന്റെ കഥ എന്ന് തന്നെ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ ഈ കഥ കൈൻഡ്ലി ഞാൻ എൻ്റെ ലൈക്ക് ഒരു കസ്റ്റമർ ബിഹാഫിലല്ല പറയുന്നത്. ഐ വാണ്ടഡ് ടു ടെൽ യു ടെൽ യു പീപ്പിൾ, കാരണം ഇതിൽ സെയിൽസിൽ നിന്നുള്ള യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ട് പറയുന്ന ഒരു കഥയാണ്. കാരണം റിയൽ എസ്റ്റേറ്റ് സെയിൽസിൽ പ്രത്യേകിച്ച് ബിൽഡർ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഹൂവർ ഈസ് ഡൂയിങ് സെയിൽസ്, ഹൂവർ ഈസ് എന്താ ഒരു മിഡിൽ മാൻ ആയിട്ടോ നിങ്ങളൊരു റിയൽ എസ്റ്റേറ്റിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നെവർ അണ്ടർ എസ്റ്റിമേറ്റ് എനി വൺ. നിങ്ങൾ നിങ്ങളുടെ ഏതൊരാളുമായിട്ട് ഇടപെടുവാണെങ്കിൽ ഹി മൈറ്റ് ഹാവ് എ റീസൺ ടു റീച്ച് യു. നിങ്ങളുടെ കയ്യിൽ ഒരാള്, ഒരു കസ്റ്റമർ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട്, ഒരു മിനിമം ഇപ്പം നമ്മൾ ബിൽഡർ സൈഡിലൊക്കെ വർക്ക് ചെയ്യുമ്പം ടീമൊക്കെ ഹെഡ് ചെയ്തുകൊണ്ടിരുന്നപ്പം കൂടുതലും പ്രശ്നങ്ങൾ പറയുന്ന ഒരു ഇൻസിഡന്റ് പോലും ഈ വിൻഡോ ഷോപ്പിംഗ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേര് വരുന്നു, അല്ലെങ്കിൽ ബംഗാളി എൻക്വയറീസ് ഒരുപാട് വരുന്നു. ഇവരൊക്കെ എങ്ങനെ കയറി വരും? ഇപ്പൊ ക്രിയേറ്റീവ്സ് ഇടുന്നതിനനുസരിച്ചിട്ട് ലൈക്ക് എന്താ പറയുക, വരുന്ന എൻക്വയറീസിന്റെ ക്വാളിറ്റി ഓൾവേസ് ഇറ്റ്സ് ഇൻ ക്വസ്റ്റ്യൻ. പക്ഷേ ആസ് എ ലീഡർ, ആസ് എ ടീം ലീഡർ, നമ്മൾ ഈ പറഞ്ഞ ഓരോരുത്തരെങ്കിലും പറയും, നിങ്ങളത് യു ഷുഡ് റൈറ്റ് എ റീസൺ ആൻഡ് ക്ലോസ് ഇറ്റ്. നിങ്ങൾക്ക് ഇവരോട് ഇപ്പം കമ്മിങ് ടു നോ ദാറ്റ്സ് ഇപ്പൊ ഒരു ആവശ്യമില്ലാത്ത ഒരാളാണ്, മേ ബി ഈ പറഞ്ഞ പോലെ എന്താ ഒരു നാട്ടിലുള്ള ഒരാളല്ല, ഒരു അതിഥി തൊഴിലാളിയോ വല്ലതും നടത്തിയ ഒരു എൻക്വയറി ആണ്, ഒരു ബംഗാളി നടത്തിയ എൻക്വയറി ആണെങ്കിൽ കൂടെ തന്നെയും യു ഷുഡ് ട്രൈ ടു സ്പീക്ക് വിത്ത് ഹിം ആൻഡ് ക്ലോസ് ഇറ്റ്. നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇത് ചിലപ്പം കറങ്ങിത്തിരിഞ്ഞ്, അപ്പൊ ഇതിന് കറങ്ങിത്തിരിഞ്ഞ് എങ്ങനെങ്കിലും വന്നു കഴിഞ്ഞാൽ വി ഡോണ്ട് നോ വെദർ ദാറ്റ് ഗൈ വിൽ ടേക്ക് ഇറ്റ് ഓർ നോട്ട്. ഞാൻ പേഴ്സണലി ഫെൽറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ്. അതാണ് ഞാൻ ഈ ഓട്ടോക്കാരൻ ചേട്ടന്റെ കഥ എന്ന് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ എന്റെ കരിയറിന്റെ തുടക്കത്തിൽ ഐ വാസ് വർക്കിംഗ് ഇൻ കാലിക്കറ്റ്. കാലിക്കറ്റിൽ അന്ന് വർക്ക് ചെയ്തിരുന്ന ബിൽഡറുടെ ഒരു പുതിയ പ്രോജക്റ്റ് അനൗൺസിംഗ് ഉണ്ട്. അപ്പൊ ഈ പ്രോജക്റ്റ് അനൗൺസിങ്, പ്രോജക്റ്റിന്റെ ലോഞ്ച് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ലൈക്ക് നമ്മൾ ആ സറൗണ്ടിങ്സ് മൊത്തം വിൽ ഇൻവൈറ്റ്. നമ്മൾ നടന്ന് പോയിട്ട് വിൽ ഇൻവൈറ്റ് എവ്രി വൺ. മേ ബി ഒരു 0.5 കിലോമീറ്റർ ടു 1 കിലോമീറ്റർ റേഡിയസിലുള്ള കംപ്ലീറ്റ് റെസിഡൻസിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യും. And we'll be making good promotions. This project is going to launch in facilities, soft launch കാണും, even early bird offers കാണും, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് we'll be announcing lot of stories also there. അപ്പൊ ഇങ്ങനെ അനൗൺസ് ചെയ്ത് ഈ പ്രോജക്റ്റിന്റെ സോഫ്റ്റ് ലോഞ്ചിൽ ഞങ്ങളൊക്കെ മിന്നിച്ച് നിൽക്കുന്നു. അപ്പം എനിക്കിവിടെ പ്രത്യേകം എടുത്ത് പറയേണ്ട, അന്ന് ഞങ്ങളോട് ഉണ്ടായിരുന്ന ഞങ്ങളുടെ GM, he is leading one of the top most real estate firms in Kerala right now. ആളുടെ പേര് ഷിൻഡോ എന്നാണ്. അപ്പം ആള് നെറ്റ്വർത്ത് എന്ന് പറഞ്ഞപ്പോൾ ഒരു ടോപ്പ് റിയൽ എസ്റ്റേറ്റ് ഫേം നടത്തുന്നുണ്ട്. ഈ അദ്ദേഹം ഒക്കെ ഞങ്ങൾ എന്താ പറയുക, അന്നൊരു വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ടീംസ്, വൺ ഓഫ് ദ ബെസ്റ്റ് ടീംസ് വി ഹാഡ് ദാറ്റ് ടൈം ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ബിൽഡർ. ഞങ്ങളെല്ലാം എന്താ പറയുക, ഒന്നിനൊന്ന് എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ. അപ്പൊ ഇത് ഫങ്ഷൻ ഒക്കെ കഴിഞ്ഞ് പലരും ഇങ്ങനെ വരുന്നു. അപ്പം റിഫ്രഷ്മെന്റ്സ് ഒക്കെ ഉണ്ട്. ഒരു ഈ പറഞ്ഞ പോലെ ഒരു ഓട്ടോ ഓടിക്കുന്ന ഒരു ചേട്ടൻ, ഈ സൈലന്റ്ലി ഹി ജസ്റ്റ് കെയിം ആൻഡ് സാറ്റ് ഇൻ എ ചെയർ. നമ്മളിങ്ങനെ ഓടിപ്പടച്ച് അവിടെ വന്ന ക്ലയൻസിനെയും ഈ പറഞ്ഞ പോലെ എന്താ വലിയ വലിയ ഷോട്ട്സിനെയും ഒക്കെ നമ്മളിങ്ങനെ കണ്ട് എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ കൂടുതൽ ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. കാരണം ഷിൻഡോ സാറാണ് എന്നൊക്കെ പറയുന്നത്, ജയശങ്കര നിങ്ങൾ പോയിട്ട് പുള്ളിക്ക് ഒരു റിഫ്രഷ്മെന്റ് ചെയ്യണം, എന്തിനാ വന്നതെന്നുള്ളത് അന്വേഷിക്കാൻ വേണം, എന്താ വാട്ട്സ് റീസൺ. എന്തോ അന്നും ഇന്നും സീനിയേഴ്സ് പറയാൻ നമുക്ക് രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ഇല്ല, അനുസരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഐ ജസ്റ്റ് വിതൗട്ട് അട്ടറിങ് എ വേർഡ് ഐ ജസ്റ്റ് ടുക്ക് സം എന്താ പറയുക ഒരു റിഫ്രഷ്മെന്റ് കിറ്റും ഇത് പറഞ്ഞാലുള്ള ജ്യൂസോ കാര്യങ്ങളൊക്കെ എന്തോ ആയിട്ട് ഐ ജസ്റ്റ് വെന്റ് ടു ഹിം. അപ്പൊ ഈ ആള് ഇങ്ങനെ, ചേട്ടാ ഞാൻ വളരെ കാര്യമായിട്ട്, നമ്മൾ വളരെ കാര്യമായിട്ട് ഇങ്ങനെ ആളുടെ സംസാരിച്ചു തുടങ്ങുന്നു. ആൾക്ക് ഞാൻ റിഫ്രഷ്മെന്റ് ഹാൻഡ് ഓവർ ചെയ്യുന്നു. അപ്പൊ ആളിങ്ങനെ ഒന്ന് സംശയിച്ചു, കുറച്ച് ഏജ്ഡാണ്. ഞാനിങ്ങനെ ഒന്ന് സംശയിച്ചിട്ട് പുള്ളി, മോനെ ഇവിടുത്തെ പുതിയ ഫ്ലാറ്റിന്റെ ലോഞ്ച് ആയില്ലേ? ആ ചേട്ടാ, എങ്ങനെ മോനെ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാമോ? അപ്പം അന്ന് എന്തോ ഞാൻ പറഞ്ഞ ദൈവാനുഗ്രഹം കൊണ്ടായിരിക്കാം ഈ പറഞ്ഞുള്ള അഹങ്കാരം ഒന്നും ഞാനും പറഞ്ഞില്ല. ഐ ജസ്റ്റ് എക്സ്പ്ലെയിൻ ടു ഹിം എവറിത്തിങ്.
എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മിനിമം ടൈം എടുത്ത് ഞാൻ ആ സൈറ്റും അതിന്റെ പ്ലാൻസും കാര്യങ്ങളൊക്കെ ആൾക്ക് മനസ്സിലാകുന്ന രീതിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്നെ കൊണ്ട് ഞാൻ മാക്സിമം ശ്രമിച്ചു എന്നേ പറയുള്ളൂ. ബട്ട് വി ഗോഡ് ഇൻ എ വെരി ഗുഡ് റിലേഷൻ. ഒരു നിസ്സാര സമയം കൊണ്ട് പുള്ളിയായിട്ട് നല്ലൊരു ഇത് വന്നു. പുള്ളി എൻ്റെ അടുത്തത് ചോദിക്കുന്നത്, മോനെ ഇതിന്റെ ബുക്കിംഗ് ഒക്കെ എങ്ങനെയാണെന്ന്. ഞാൻ ഒരു നിമിഷത്തേക്കൊന്ന് സ്റ്റണ്ട് അടിച്ചു പോയി. ഞാൻ അന്നേരം സാറിനൊക്കെ ചെന്ന് സാർ ഇങ്ങനെ ബുക്കിംഗ് ചോദിക്കുന്നുണ്ട്. ശേഷം ഈ കാര്യം കൂടുതൽ ചോദിക്കാൻ പറഞ്ഞു. അവിടെ സ്പോർട്സിലായിട്ട് 2 ബുക്കിംഗ്സ് ആണ് പുള്ളി ചെയ്യുന്നത്. പുള്ളിയുടെ ഓട്ടോയ്ക്കകത്തുനിന്ന് 2 ചെക്ക് ലീവ്സ് എടുത്തിട്ട് തരികയാണ്. അന്ന് അവിടുത്തെ ടോക്കൺ എമൗണ്ട് എനിക്ക് തോന്നുന്നു ബാക്ക് അറൌണ്ട് 10-14 ഇയേഴ്സ് ബാക്ക് ആണ്. 1 lakh എന്തോ ആയിരുന്നു തോന്നുന്നു അതിന്റെ ടോക്കൺ എമൗണ്ട് ഒന്ന് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വേണ്ടിയിട്ട് ഞങ്ങൾ എടുത്തത്. ആളുടെ 2 മക്കളും ട്വിൻസ് ആയിരുന്നു, 2 പേരും ഡോക്ടേഴ്സാണ്. ആൻഡ് ബോത്ത് ഓഫ് ദം, കാരണം ആംഗ്ലം ബംഗ്ലുമായിട്ടാണ്, 2 പേരും നല്ല വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഫാമിലീസിലേക്ക് കല്യാണം കഴിച്ചു വിട്ടേക്കുന്നു. ദേ ആർ കമ്മിങ് ബാക്ക് ആൻഡ് ജോയിനിങ് ഇൻ വൺ ഓഫ് ദ ടോപ്പ് ഹോസ്പിറ്റൽസ് ഇൻ കോഴിക്കോട് ദാറ്റ് ടൈം. അപ്പൊ അവർ വന്ന് സെറ്റ് ആകുമ്പോഴത്തേക്ക് പുള്ളിക്ക് ആ ഒരു എന്താ പറയണ്ടേ, ഇവരുടെ കെയർ ഓഫില് ഹി ജസ്റ്റ് വാണ്ട് ടു ടേക്ക് 2 അപ്പാർട്ട്മെന്റ്സ് ആൻഡ് ദേ ടോൾഡ് ഹിം ടു ഡു സോ ഓൾസോ. കാരണം അച്ഛന് സോൾ ആവും. കാരണം ഇദ്ദേഹത്തിന്റെ കഷ്ടപ്പാടാണ് ആ പിള്ളേർ, ഈ ഡോക്ടേഴ്സിന്റെ ബാക്ക് ബോൺ. എന്റെ ടീം, കാരണം അന്ന് സ്റ്റാർ ഓഫ് ദാറ്റ് ഈവന്റ് ഞാനായി പോയി. കാരണം സ്പോട്ട് ബുക്കിങ്ങില് നേരത്തെ എടുത്തു വെച്ചിരുന്ന എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിന്റെ ഒക്കെ ബാക്കിയായിട്ട് സ്പോട്ടില് 2 ബുക്കിംഗ്സ് ഇൻ എ ഷോട്ട് ലാസ്റ്റ് മൊമെന്റിൽ കൊണ്ട് കയറ്റി അവാർഡ് വിന്നിങ് ഒക്കെ ആയിരുന്നു. പക്ഷേ ഈ ഒരു ഇൻസിഡന്റോട് കൂടിയിട്ട് ഐ റിയലൈസ്ഡ് നെവർ എവർ അണ്ടർ എസ്റ്റിമേറ്റ് എനി വൺ കമ്മിങ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ഈവൻ ഇഫ് ഇറ്റ്സ്, ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഒരു യു ആർ ഫീലിംഗ് സംബഡി, ദർ ഇസ് നോ യൂസ് ഓഫ് കോളിംഗ് ദാറ്റ് ഫെലോ. നമുക്ക് ആ നമ്പർ കണ്ടാലേ അറിയത്തില്ല. ചിലപ്പോൾ ബംഗാളിൽ എന്തെങ്കിലും ആയിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നു. ബട്ട് ആസ്ക് ഹിം വെദർ യു ഗോട്ട് ആൻ intention to do something or not. So that's all.